ഹലോ, നമ്മളിന്നീ പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഈ റോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഇതാണ് ആശ്രാമം ലിങ്ക് റോഡ്, നമ്മുടെ KSRTCയിലോട്ടുള്ള റോഡാണ്. ഇപ്പോൾ അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട്. റോഡൊക്കെ നല്ല വൃത്തിയാക്കി ടാർ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടിട്ടുണ്ട്. നമ്മളൊരു വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞ് പോകുന്ന ഒരു വൈബാണിത്. അപ്പോൾ നമ്മളിന്ന് നേരെ പോകുന്നത് ഒരു സ്പോട്ടിലേക്കാണ്. അതായത് നമ്മൾ KSRTCയുടെ അടുത്ത് നിന്ന് നേരെ ഓലേക്കടവിലേക്ക് പോകുന്ന ബ്രിഡ്ജിലൂടെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ഈവനിങ് സമയങ്ങളിൽ വലിയ തിരക്കൊന്നുമില്ല ഈ റോഡിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും അഷ്ടമുടിക്കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു വൈബിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചാൽ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, ബ്രിഡ്ജിൽ പാർക്കിംഗ് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ വരുന്നവർ വണ്ടി നേരെ താഴെ KSRTCയുടെ ഭാഗത്ത് എവിടെയെങ്കിലും സേഫായിട്ട് പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഫുട്പാത്തിലൂടെ നടന്ന് ഒരു വൈബ് ആസ്വദിച്ച് വരാവുന്നതാണ്. ഇത് ഓലൈ റോഡാണ്. ലിങ്ക് റോഡിൻ്റെ ഇപ്പുറത്താണ് നിൽക്കുന്നത്. വേഗമുണ്ടോ വെള്ളം, മൊത്തം വെള്ളം. പിന്നെ ഇതെന്താ ഇവിടെ മൊത്തം കറുപ്പ്, നിങ്ങൾ കണ്ടല്ലോ. നമ്മളിപ്പം നിൽക്കുന്നേക്ക് അടിപൊളിയായിരിക്കും. നിങ്ങളും ചെല്ലാം ഗായ്സ്. എനിക്ക് പേടി വന്നു ഗായ്സ്. ഉണ്ടോ ഗായ്സ്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കൊക്കെ? അടിപൊളിയായിരിക്കും. ഞാൻ എവിടെ പോകുന്നതൊക്കെ അയക്കും. ഇത് വൈകുന്നേരം വന്ന് ഇവിടെ നിൽക്കണം. സെറ്റ് കാണാൻ കിടിലമായിരിക്കും. എന്താ രസം കാണാൻ തന്നെ. കിടിലാണ്. അപ്പോൾ വൈകിട്ട് ഒരു 5-5:30 മണിയാകുമ്പോൾ വന്ന് നിന്നാൽ നല്ല രസമായിരിക്കും കാണാൻ. ഗൈസ്, ഇതിൻ്റെ അപ്പുറത്താണ് അഡ്വഞ്ചർ പാർക്ക്. ജസ്റ്റ് നീന്തി നമുക്ക് പോകാനേ ഉള്ളൂ, നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ആ കാണുന്നതാണ് അഡ്വഞ്ചർ പാർക്ക്. അത് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. വണ്ടി അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ വീഴും. അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് അവിടെ വന്ന് ഈ ബ്രിഡ്ജിൽ പാർക്കിംഗ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ വാഹനം പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഇവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ സ്വന്തം ബീച്ചിലേക്ക് പോവുകയാണ്. അങ്ങനെ ബീച്ചിലെത്തിയ പാടെ ഒരു കോഫി കുടിക്കാമെന്ന് വെച്ചതാ ഈ കടയിലെത്തി. നേരെ ഒരു കോഫിക്ക് പറഞ്ഞ് ഞാൻ കോഫി കുടിച്ചു. എൻ്റെ കൂടെ വന്ന് ആർക്കും തന്നെ കോഫി വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഈ കോഫി കുടിക്കാൻ എത്തിയവരുടെ തിരക്കാണ് ഇത്. എൻ്റെ കൂടെ വന്ന് ആർക്കും വേണ്ട. ബീച്ച് സൈഡിലുള്ള കടയാണ്, നല്ല കോഫി. കോഫി വേണമെന്ന് ഞാൻ ആദ്യമേ ചോദിച്ചതാണ്. അപ്പോൾ അവർക്ക് ആർക്കും തന്നെ കോഫി വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുടിച്ചതിൽ നിന്ന് ഒരു സിപ്പ് 2 പേർക്കും കൊടുത്തപ്പോഴത്തേക്ക് അവർക്കും കോഫി വേണം. പിന്നെ നേരെ അവർക്കും ഒരു കോഫി വാങ്ങിക്കൊടുത്തു. അപ്പോൾ പിന്നെ നേരെ ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടി ഇതേ ഇവിടെ കിടന്ന ഒരു ഡാൻസൊക്കെ തുള്ളി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്ത് ഡാൻസാണെന്ന് എനിക്കറിയില്ല. അതാണ്ട് ഞങ്ങളിതാ ഇവിടെ വന്നിരിക്കാൻ നേരത്ത് ഒരു ബോൾ അവിടെ കിടക്കുന്നു. അങ്ങനെ 2 പേരും കൂടെ കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അടുത്ത ഒരു പ്ലെയറെ കൂടെ കിട്ടി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്ലെയറും കൂടെ വന്നു. അങ്ങനെ 4 പ്ലെയേഴ്സും കൂടെ ഭയങ്കര ഫുട്ബോൾ കളിയായിരുന്നു. ദേ വന്ന് അടുത്ത ഒരാളും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ദേണ്ട ഒന്ന് തണുപ്പിക്കാമെന്ന് വെച്ച് കോൺ ഐസ്ക്രീം വാങ്ങിച്ച് എല്ലാവരും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സി യു.